ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. ഏട്ടനിപ്പോൾ മാളുവിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ കയറിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണ്ടേന്ന്. പിന്നെ ഞാൻ ദേ ഇവിടെ എൻ്റെ രാവിലത്തെ ചായ വെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് ചായ കുടിക്കാം. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ തിരക്കുള്ള ദിവസമൊന്നുമല്ല. അതായത് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ഭജനയുണ്ട്. ഇവിടെ ഒരു മലയാളി സമാജമുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഒരു സാറ്റർഡേ നമ്മൾ ഭജന അവിടെ നടത്താറുണ്ട്. അപ്പോൾ നമ്മളും പോകാറുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. നല്ലതാണ്. കുറേ നമ്മുടെ അങ്ങനെ ഭജന, പിന്നെ കുട്ടികൾക്കുള്ള ബാലഗോകുലം, അങ്ങനത്തെ ഒക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അതേ വിഷു വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു, പ്രാക്ടീസും അതൊക്കെ അങ്ങനെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെന്താണിത്? ഗുഡ് മോർണിംഗ്. താങ്ക് യു വെരി മച്ച്. നന്നായി ഫ്ലവേഴ്സ് മേടിച്ചത്. ഞാൻ വിളിച്ചപ്പോൾ അത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന റോസ് വാടി ഉണങ്ങിയിട്ട് ഇന്നലെ മാറ്റിയുള്ളൂ. എന്തൊക്കെയാ മേടിച്ചേ? ഇത് നമ്മുടെ ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടാണ് കേട്ടോ, ഈ സോൾട്ട് ആൻഡ് ചില്ലി ക്രിസ്പി ഷ്രെഡഡ് ചിക്കൻ. നല്ല അടിപൊളിയായിട്ടാണ്. ഇതിങ്ങനെ എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഓണിയനും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് സോട്ട് ചെയ്ത് എങ്ങനെ വേണേലും നമുക്കത് ഉണ്ടാക്കാം. കുറേ ഉണ്ടല്ലോ. ഇത് സ്ട്രോബെറി, എനിക്ക് ഓട്സിലിട്ട് കഴിക്കാൻ. ആൻഡ് ബ്ലൂബെറി ഓൾസോ ഓട്സിലിട്ട് കഴിക്കാൻ. വേറെ എന്താ? ക്യാരറ്റ്. അതെ, നമ്മൾ നന്നാവാൻ പോവാന്ന് പറഞ്ഞല്ലോ ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് സാലഡ്സും വെജിറ്റബിൾസൊക്കെ കൂടുതൽ കഴിക്കണം. നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. രണ്ടെണ്ണം. മാളു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പഞ്ചറായ? കൈയും കാലൊക്കെ തളർന്ന് പഞ്ചറായ? മാളു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് മുകളിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോയിരിക്കാം. അത്യാവശ്യം നല്ല ടയേർഡാണ്. ഞാനിവിടെ തട്ടിക്കൂട്ട് ലഞ്ച് പരിപാടിയിലാണ്. ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് പുലാവ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത്, ഇന്നലെ എനിക്ക് ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത്തിരി കൂടിയും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടിയും ക്വാണ്ടിറ്റി കൂട്ടാമെന്ന് വിചാരിച്ചു. കള്ളപ്പണിയാണ്, കള്ളപ്പണി. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഫുഡും കഴിച്ചു. പിന്നെ ഏട്ടൻ മാളുവിന് രണ്ടാമത് ക്ലാസ് ഉണ്ട് പറഞ്ഞില്ലേ, പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ കൊണ്ടുവരാൻ പോയിരിക്കുക. 4:45 5 മണി ആവാറായി.
മീൻവൈൽ നമ്മൾ ഈ ടർക്കിയിൽ നിന്ന് മേടിച്ചത് ഞാൻ ലാസ്റ്റ് വീക്ക് കാണിച്ചല്ലോ. ഇതുവരെ ഇത് തൂക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഭജനയ്ക്ക് പോകണമെന്ന്. അപ്പോൾ അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും വേഗം ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കയ്യിലിത് ഇങ്ങനത്തെ സ്റ്റിക്ക് ചെയ്യുന്ന ഹുക്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ തൂക്കാം. ഞാനിത് ഫൈനലി ഇവിടെ തൂക്കി. ആദ്യം അവിടെ ഹുക്ക് വെച്ചിട്ട് അവിടെ ഇടാമെന്ന് വിചാരിച്ചേ. പക്ഷെ അവിടെ ഇട്ട് നോക്കിയപ്പോൾ വലിയ വാളിൻ്റെ ഇടയിൽ അതൊരു ഭയങ്കര കുഞ്ഞിതായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് നോക്കി. എനിക്ക് തോന്നി ഇവിടെ ആപ്റ്റാണ്. ഇവിടെ ഹുക്ക് വെച്ച സ്ഥിതിക്ക് നമുക്ക് അവിടെ വേറൊരു സാധനം തൂക്കാം. ഇത് കണ്ട, ഇതൊരു ഫ്രെയിമാണ്. ഇതിൽ ഓൾറെഡി ഇങ്ങനത്തെ ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബീഡ്സ് ഉണ്ടല്ലോ, കാണാണ്ടോ, ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന കളർഫുൾ ബീഡ്സ്, അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് മാളുമാണ് ഇത്രയും ക്ഷമയോടുകൂടി കുറേ ദിവസം എടുത്തെടുത്ത് അവള് അത് ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അത് വെച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ പല ഒരു ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് ശരിക്ക്. അപ്പോൾ അവളാണ് അത് ഫിനിഷ് ചെയ്തത്. നമുക്കെന്നാ ഇത് വെച്ച് നോക്കാം. അതിനെ കൊള്ളാം അല്ലേ, ഭംഗിയുണ്ടല്ലേ. ഐ തിങ്ക് ഈ ഫ്രെയിമാണ് ഇവിടെ കുറച്ചുകൂടിയും സൂട്ടബിൾ. ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് തീരെ ചെറുതല്ലല്ലോ. അങ്ങനെ കുറേ നാളായിട്ട് പെൻഡിങ് ആയിരുന്ന 2 കാര്യങ്ങളും കൂടിയും ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഏട്ടനിപ്പോൾ വിളിച്ചു. അവർ അവിടുന്ന് തിരിച്ചു മാളുവിനെ പിക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വേഗം ഷൂസൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. നമുക്ക് 5:30 എത്തണം. ഓൾറെഡി 5:15 എന്തോ ആയി. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭജന ആ സമയത്ത് എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ശേഷം ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സി യു നെക്സ്റ്റ് വ്ളോഗ്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പറയാനായിട്ട് മാളുകുട്ടിയും ഏട്ടനും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പറയണത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുക. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ. നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താൻ. Thank you.